of you. So today we are going to discuss inverse Laplace transform. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം, എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവ്, ഹൗ ടു ഫൈൻഡ് ദി ഇൻറ്റഗ്രൽ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതെല്ലാം പഠിച്ചു. സോ ഇൻ ദിസ് സെക്ഷൻ വി വിൽ ബി ഡീലിംഗ് വിത്ത് ദി ഇൻവേഴ്സ് ഓഫ് എ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. സോ ഇഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. അപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ദെൻ സ്മോൾ എഫ് ഓഫ് ടീനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുക, അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ സ്മോൾ എഫിനെയാണ് നമ്മൾ ഈ ക്യാപിറ്റൽ എഫിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. And it is written symbolically as f of t is equal to L inverse of f of s എന്നാണ് നമ്മളതിനെ സിംബോളിക്കലി എഴുതുന്നത്. ദാറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആയിരിക്കും. From the Laplace transform of the elementary functions given in section, നമ്മൾ മുന്നേ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എലിമെൻ്ററി ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 0 ഈക്വൽ ടു 0. കാരണം എന്തായിരുന്നു, സിൻസ് എൽ ഓഫ് 0 ഈക്വൽ ടു 0, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയത് കാരണം എൽ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ എഫ് ആണ്. ദാറ്റ് ഈസ് 0 തന്നെയാണ്. നൗ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഇസ് ഈക്വൽ ടു 1 ആണ്. കാരണം എന്തായിരുന്നു, ബിക്കോസ് എൽ ഓഫ് 1 ആണ് 1/s. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. കാരണം എൽ ഓഫ് 1 ആണ് 1/s. സോ 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s റേസ് ടു n ഈക്വൽ ടു t റേസ് ടു n - 1/n - 1 ഫാക്ടോറിയൽ, വേർ n ഈക്വൽ ടു 1 2 3 എക്സെട്രയാണ്. കാരണം എന്താണ്, നമുക്കറിയാം എൽ ഓഫ് t റേസ് ടു n - 1 എന്ന് പറയുന്നത് n - 1 ഫാക്ടോറിയൽ ബൈ s റേസ് ടു n ആണ്. അപ്പോൾ നമുക്ക് എൽ ഓഫ് 1/s റേസ് ടു n കാണണമെങ്കിൽ ഈ n - 1 ഫാക്ടോറിയലിനെ എൽ എച്ച് എസിലോട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും, ഈ സ്മോൾ എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ n - 1 ഫാക്ടോറിയൽ. നമ്മുടെ സ്മോൾ എഫ് ഓഫ് ടിയുടെ സ്ഥലത്തുള്ളത് ടി റേസ് ടു n - 1 ആണ്. അപ്പോൾ ടി റേസ് ടു n - 1 ബൈ n - 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. നെക്സ്റ്റ് നോക്കാനുള്ളത് എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ 80 ആണ്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s - a ഈസ് ഈക്വൽ ടു ഇ പവർ 80. അതെന്തുകൊണ്ടാണ്, കാരണം എൽ ഓഫ് ഇ പവർ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് ഇ പവർ 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s - a ആണ്. സോ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1/s - a വിൽ ബി ഈക്വൽ ടു ഇ പവർ 80. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + a² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a sin 80 ആണ്. കാരണം എന്താണ്, എൽ ഓഫ് sin 80 എന്ന് പറയുന്നത് a/s² + a² ആണ്. സോ ഈ എനെ എൽ എച്ച് എസിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 1/a എൽ ഓഫ് sin 80 എന്ന് പറയുന്നത് 1/s² + a² ആയിരിക്കും. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + a² എന്ന് പറയുന്നത് 1/a ഇൻറ്റു sin 80 ആണ്. ഇവിടെ സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് sin 80 ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് s/s² + a² ഈക്വൽ ടു cos 80 ആണ്. കാരണം എന്തായിരുന്നു, എൽ ഓഫ് cos 80 എന്ന് പറയുന്നത് s/s² + a² ആണ്. സോ എല്ലിനെ ആർ എച്ച് എസിലോട്ട് എടുത്തപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് s/s² + a² ഈക്വൽ ടു cos 80 എന്ന് കിട്ടും. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s² - a² എന്ന് പറയുന്നത് 1/a sin h 80 ആണ്. വാട്ട് ഈസ് ദി റീസൺ, ബിക്കോസ് എൽ ഓഫ് sin h 80 ഈക്വൽ ടു a/s² + a² ആയിരുന്നു. സോ എൽ ഇൻവേഴ്സ് ഓഫ് a/s² + a² അല്ലെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² - a² എന്ന് പറയുന്നത് ഈ എനെ എൽ എച്ച് എസിലോട്ട് എടുത്ത് 1/a ഇൻറ്റു sin h 80 എന്നായിരിക്കും. ലാസ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് s/s² - a² ഈക്വൽ ടു cos h 80. ബിക്കോസ് എൽ ഓഫ് cos h 80 എന്ന് പറയുന്നത് s/s² - a² ആണ്. അതുകൊണ്ട് എല്ലിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വരും. എൽ ഇൻവേഴ്സ് ഓഫ് s/s² - a² എന്ന് പറയുന്നത് cos h 80 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
Similarly, as a consequence of the properties of Laplace transform, we have the following result. Laplace transformന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ മുന്നത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനും കുറച്ച് പ്രോപ്പർട്ടീസ് പറയാൻ പറ്റും. ആൻഡ് ദറ്റ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടിയാണ്. ഫോർ എനി ഫംഗ്ഷൻസ് ക്യാപിറ്റൽ എഫ് ആൻഡ് ക്യാപിറ്റൽ ജി ഹൂസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ആൻഡ് എനി കോൺസ്റ്റൻസ് എ ആൻഡ് ബി എൽ ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് എസ് പ്ലസ് ബി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ ജി എസ് ആയിരിക്കും. കാരണം ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ എന്ന് പറയുന്നത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എൽ ഇൻവേഴ്സും ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിന് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിനും ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയാൻ പറ്റും. ദറ്റ് ഈസ് ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി ആണെങ്കിൽ ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. കാരണം എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരുന്നു എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ എന്തായിരിക്കും? ഇ പവർ എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ്. ആൻഡ് ദ തേർഡ് റിസൾട്ട് ഈസ് L inverse of f of s equal to f of t and f of 0 equal to 0 ആണെങ്കിൽ then L inverse of s into f of s എന്ന് പറയുന്നത് f dash of t ആയിരിക്കും. കാരണം L of f dash of t എന്ന് പറയുന്നത് s into f of s എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ L inverse of s into f of s equal to f dash of t ആയിരിക്കും. And in general L inverse of s raised to n into f of s എന്ന് പറയുന്നത് f raised to nth derivative of t ആയിരിക്കും. എപ്പോൾ if f of 0 equal to f dash of 0 equal to etc equal to f raised to n minus 1th derivative at 0 എന്ന് പറയുന്നത് equal to 0 ആയി വരുമ്പോൾ ഓക്കെ L inverse of s power n into f of s എന്ന് പറയുന്നത് fൻ്റെ nth derivative at t ആയിരിക്കും. ഫോർത്ത് റിസൾട്ട് എന്താ നോക്കാം. if L inverse of f of s equal to f of t അതായത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് ടി ആണെങ്കിൽ ദെൻ L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ബൈ എസ് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ആണ്. കാരണം എന്താണ്? നിങ്ങൾക്കറിയാം L ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ബൈ എസ് ആണ്. സോ L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ബൈ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി ആയിരിക്കും. ആൻഡ് റിസൾട്ട് 5 എന്താ പറയുന്നത്? ഇഫ് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണെങ്കിൽ ദെൻ L ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. L ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും. കാരണം എന്തായിരുന്നു? L ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണെന്ന് അറിയാം. സോ L ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് സൈഡിനെ ആർ എച്ച് എസിലേക്ക് എടുത്തതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി. And in general you have the result L inverse of f raised to nth derivative at s എന്ന് പറയുന്നത് minus 1 raised to n into t raised to n into f of t ആണ്. ആൻഡ് റിസൾട്ട് 6 എന്താ പറയുന്നത്? ഇഫ് L ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എഫ് ഓഫ് ടി ആണെങ്കിൽ ദെൻ L ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടി ബൈ ടി ആയിരിക്കും. കാരണം ഇതൊക്കെ നിങ്ങൾ ലാപ്ലാസിൽ പഠിച്ച പ്രോപ്പർട്ടീസാണ്. L ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ആണ്. അതുകൊണ്ട് തന്നെ L ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി. L ഇൻവേഴ്സ് ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. We have seen that for any function f, L of f of t എന്ന് പറയുന്നത് ഒരു റാഷണൽ ആൾജിബ്രായിക് ഫംഗ്ഷനാണ്. Hence to find the inverse transform, we first express the given function of s into partial fraction which will be then recognizable as one of the standard result. അതായത് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. To a non-repeated linear factor s minus a in the denominator corresponds a partial fraction. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ടു എ നോൺ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ എസ് മൈനസ് എ ഇൻ ദി ഡിനോമിനേറ്റർ കറസ്പോണ്ടിങ് പാർഷ്യൽ ഫ്രാക്ഷൻ ഏത് ഫോമിലായിരിക്കും? ഈ ഫോമിലായിരിക്കും. എ ബൈ എസ് മൈനസ് എ ബൈ എസ്. ഡിനോമിനേറ്ററിൽ ഒരു എസ് മൈനസ് എ മാത്രം വരുന്ന പാർഷ്യൽ ഫ്രാക്ഷനാണ്, ഒരു ലീനിയർ ഫാക്ടറാണ് നിങ്ങളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഉള്ളതെങ്കിൽ അതിനുള്ള കറസ്പോണ്ടിങ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം എ ബൈ എസ് മൈനസ് എ എന്നുള്ള ഫോമാണ്. നെക്സ്റ്റ് ടു എ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ, നിങ്ങളുടെ
ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എസ് മൈനസ് എ ഹോൾ പവർ ആർ എന്നുള്ള ഫോമിൽ ഒരു ലീനിയർ ഫാക്ടർ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമാണ്? ദിസ് ഫോമാണ്. a1 by s minus a plus a2 by s minus a whole square plus a3 by s minus a whole cube plus etc. plus ar by s minus a whole power r. ഇനി നിങ്ങളുടെ നോൺ റിപ്പീറ്റഡ് ക്വാഡ്രാറ്റിക് ഫാക്ടർ ഈ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ നോൺ റിപ്പീറ്റഡ് ക്വാഡ്രാറ്റിക് ഫാക്ടർ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്നുള്ള ഫോമാണ് ഡിനോമിനേറ്ററിലുള്ളതെങ്കിൽ കറസ്പോണ്ടിംഗ്ലി പാർഷ്യൽ ഫ്രാക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി പറയുന്നത് നിങ്ങളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ക്വാഡ്രാറ്റിക് ഫാക്ടറിൽ ഡിനോമിനേറ്ററിൽ ഈ ഒരു ഫോമാണ് കിടക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി ഹോൾ പവർ ആർ എന്നാണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോർമുല ഈസ് a1 s plus b1 by s square plus as plus b plus a2 s plus b2 by s square plus as plus b whole square plus etc. plus ar s plus br by s square plus as plus b whole power r ആണ്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3s plus 7 by s square minus 2s minus 3. അപ്പോൾ ഈ ഫോമാണ് ഡിനോമിനേറ്റർ ഉള്ളതിൽ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3 എന്നുള്ള ഫോമാണുള്ളത്. സോ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാറില്ലേ? അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷനെ 3s plus 7 by s square minus 2s minus 3 എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സം a by s minus 3 plus b by s plus 1 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. എന്നിട്ട് എനെയും ബിനെയും ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യുകയാണ്. നമ്മൾ RHS ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് b ഇൻറ്റു എസ് മൈനസ് 3 ഡിവൈഡഡ് ബൈ ഈ പ്രൊഡക്റ്റ് വരും. അപ്പം നമുക്ക് രണ്ട് സൈഡിലും ഡിനോമിനേറ്റേഴ്സ് സെയിം ആയത് കാരണം ന്യൂമറേറ്റേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇക്വേറ്റിംഗ് 3s plus 7 ഈക്വൽ ടു a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് b ഇൻറ്റു എസ് പ്ലസ് 3 നിങ്ങൾക്ക് എന്ത് വരും? എസ്സിന് 3 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. എസ്സിന് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീൻ്റെ വാല്യൂ -1 എന്നും കിട്ടും. സോ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് യൂഷ്വൽ ഇൻറ്റഗ്രേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷന് നിങ്ങൾക്ക് a ബൈ എസ് മൈനസ് 3 പ്ലസ് b ബൈ എസ് പ്ലസ് 1 എഴുതി എയ്ക്കും ബിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഹെൻസ് എൽ ഇൻവേഴ്സ് ഓഫ് 3s plus 7 by s square minus 2s minus 3നെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 4 times എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 മൈനസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 എഴുതാം. ആൻഡ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്ത് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus a e power 8t ആണ്. സോ ഇത് e power 3tയും ഇത് e power -tയും വരും. സിമിലർലി നെക്സ്റ്റ് പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിനോമിനേറ്ററിൽ ഇവിടെ പവർ വരുന്നുണ്ട്. എസ് മൈനസ് 2 ഹോൾ ക്യൂബ് എന്നുള്ള പവർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തതെന്ന് അറിയോ? ഈ പ്രോപ്പർട്ടി ഡിനോമിനേറ്ററിൽ എസ് മൈനസ് എ ഹോൾ പവർ ആർ എന്ന് പറയുന്ന പവർ വരുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോം എന്ന് പറയുന്നത് ഈ ഫോമാണ് ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ അത്തരത്തിലുള്ള ഒരു പാർഷ്യൽ ഫ്രാക്ഷൻ ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്ന പവർ എസ് മൈനസ് 2 ദി ഹോൾ ക്യൂബ് വരുന്നുണ്ട്. സോ ഫസ്റ്റ് എസ് മൈനസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബൈ എസ് പ്ലസ് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ എ ബൈ എസ് പ്ലസ് 1 ആണ്. എസ് മൈനസ് 2 ഹോൾ ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി 2 കണ്ടു. സോ അത് യൂസ് ചെയ്തിട്ട് ബി ബൈ എസ് മൈനസ് 2 പ്ലസ് സി ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ഡി ബൈ എസ് മൈനസ് 2 ഹോൾ ക്യൂബ് എന്നാണ് ചൂസ് ചെയ്യേണ്ട പാർഷ്യൽ ഫ്രാക്ഷൻ. ഇനി ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ, കാരണം നിങ്ങൾക്ക് രണ്ട് സൈഡ് ഡിനോമിനേറ്റർ കോമൺ ആക്കണം. സോ LCM വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് ത്രൂ ഔട്ട് യു മൾട്ടിപ്ലൈ ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് മൈനസ് 2 ഹോൾ ക്യൂബ്. അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡിലും ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും.
ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അപ്പോൾ എ ഇൻറ്റു എസ് മൈനസ് ടു ഹോൾ ക്യൂബ് പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു പ്ലസ് ഡി ഇൻറ്റു എസ് പ്ലസ് വൺ എന്ന് വരും. എന്നിട്ട് എസ്സിന് ഓരോ ആർബിട്രറി വാല്യൂസ് കൊടുത്തിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ ഇൻ്റഗ്രേഷൻ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റഗ്രേഷൻ സെയിം പ്രൊസീജിയറാണ്, ഒരു ചേഞ്ചും ഇല്ല. അത് യൂസ് ചെയ്ത് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചു. ദെൻ യൂസിങ് ദി ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് എൽ ഇൻവേഴ്സ് നിങ്ങൾക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ആൻഡ് യൂസിങ് ദി സ്റ്റാൻഡേർഡ് റിസൾട്ട് ജസ്റ്റ് എൽ ഇൻവേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇ പവർ 80 എന്നുള്ളതോ ഏതാണെന്ന് വരച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രോബ്ലം 3ഉം പ്രോബ്ലം 4ഉം ഒക്കെ നെക്സ്റ്റ് പ്രോബ്ലമൊക്കെ സിമിലർ ടൈപ്പാണ്. അതൊക്കെ നിങ്ങൾ ഹോംവർക്കായി ട്രൈ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. കാരണം എല്ലാ പ്രോബ്ലവും ഞാൻ ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് തീരില്ല. 31-ാം തീയതിയുടെ ഉള്ളിൽ സിലബസ് തീർക്കും വേണം. അതുകൊണ്ടാണ്. സോ നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യണം പ്ലീസ്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് എൽ ഇൻവേഴ്സിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ് നോക്കുന്നത്. എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് ടി മൈനസ് എ ഈസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 വെൻ ടി ഈസ് വേരിയിങ് ഫ്രം 0 to a. 0 ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആവുന്ന സമയത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എ ആവുന്ന സമയത്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ് വെൻ 0 ലെസ് ദാൻ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എ. സോ അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഡിപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് യു ഓഫ് ടി മൈനസ് എയുടെ ഗ്രാഫും ഇത് y ഈക്വൽ ടു യു ഓഫ് ടി എന്ന് പറയുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫുമാണ്. സോ അതൊരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതൊരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? 2 സ്റ്റെപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്നുള്ളതിന് ഇൻ്റഗ്രൽ 0 to a ആക്കിയിട്ടും ഇൻ്റഗ്രൽ a to ഇൻഫിനിറ്റി ആക്കിയിട്ടും. കാരണം 0 മുതൽ a വരെ യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ആൻഡ് ഗ്രേറ്റർ ദാൻ ആവുന്ന സമയത്ത് യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ 1 ആണ്. സോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എൽ ഓഫ് ദാറ്റ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എ എസ് ബൈ എസ് ആണെന്ന് കിട്ടും. സിമിലർലി for a given function f defined for t greater than or equal to 0, we will often want to consider the related function. ഒരു ഫംഗ്ഷൻ എഫ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. അതായത് വെൻ ടി ലെസ് ദാൻ എ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ടി ഗ്രേറ്റർ ദാൻ or equal to a ആകുമ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് ടി മൈനസ് എ ആണ്. അതായത് ജി ഓഫ് ടീനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. സോ ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ടിയും ഇവിടെ തന്നിട്ടുണ്ട്. ഗ്രാഫ് ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ ഫംഗ്ഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വൈ ഈക്വൽ ടു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന് ടി മൈനസ് എ സ്റ്റെപ്സ് ഷിഫ്റ്റ് ചെയ്യാണ് നടന്നിട്ടുള്ളത്. സോ ദി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു റൈറ്റ് പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഇൻ എ കോമ്പാക്ട് ഫോം. അതായത് ഇപ്പോൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈക്വൽ ടു 2 when 0 less than or equal to t less than 2, minus 1 when 2 less than or equal to t less than 3, 0 when t greater than or equal to 3. അപ്പോൾ ഈ ഫംഗ്ഷന് നിങ്ങൾക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 2 മൈനസ് 3 ടൈംസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 2 പ്ലസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് 3 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പീസ് വൈസ് ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനെ ഒരു കോമ്പാക്ട് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ ഒരു ജനറൽ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ഓഫ് ദി ടൈപ്പ് എഫ് ഓഫ് ടി ഈക്വൽ ടു സം ജി ഓഫ് ടി വെൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ എ ആൻഡ് എച്ച് ഓഫ് ടി വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനെ എങ്ങനെയാണ് ജനറലി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എഴുതുക? എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ടൈംസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് എച്ച് ഓഫ് ടി ടൈംസ് യു ഓഫ് ടി മൈനസ് എ.
ഇങ്ങനെയാണ് ജനറലി നിങ്ങൾ ആ ഫംഗ്ഷനെ കോമ്പാക്ട് ഫോമിൽ എഴുതാൻ പറ്റുന്നത്. സിമിലർലി ഇതൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് തന്നിട്ടുള്ളത്. സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ബിക്കോസ് of the following relation between the Laplace transform of f of t and the Laplace transform of f of t minus a into u of t minus a. എന്തുകൊണ്ടാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ളതിന് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന തിയറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ തിയറത്തിൻ്റെ പേരാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ഓർ സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം എന്നാണ് പേര്. ദാറ്റ് ഈസ് second shifting theorem or second translation theorem. That is, if capital F of s എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് എ നോൺ നെഗറ്റീവ് കോൺസ്റ്റൻറ്റ് എ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി എന്തായിരുന്നു? എഫ് ഓഫ് എസ് ആണ്, ഇവിടെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ആൻഡ് കോൺവേഴ്സ്ലി ഇഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ എഫ് ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ്. സോ ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും അതുപോലെ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ആ ഫംഗ്ഷനുമായിട്ടുള്ളൊരു റിലേഷൻ കാണിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അതുപോലെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ പവർ മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ബ്രാക്കറ്റിനകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതിൻ്റെ പ്രൂഫും നമ്മൾ ജസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അത് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ജസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എന്താണോ ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്നുള്ള ഡെഫിനേഷൻ യൂസ് ചെയ്ത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെയും കൂടെ ഡെഫിനേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ് പറയുന്നത്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോം പറയുന്നത് എന്താ വെച്ചാൽ to find the Laplace transform of g of t into u of t minus a, it is possible to rewrite g of t into the required form f of t minus a by algebraic manipulations. For example, നമുക്കിപ്പോൾ Laplace transform of t square into u of t minus 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നിങ്ങൾ t സ്ക്വയറിനെ t minus 2 the whole square plus 4 times t minus 2 plus 4 എന്ന് എഴുതുകയാണെങ്കിൽ എൽ ഓഫ് ഈ ടി സ്ക്വയറിന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയറിന് തന്നെയാണ് വരിക. അപ്പോൾ എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2നെ എങ്ങനെ എഴുതാൻ പറ്റും? എൽ ഓഫ് ആർ എച്ച് എസ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് നമ്മൾ മുന്നേ പറഞ്ഞ തിയറി യൂസ് ചെയ്തിട്ട് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? ഇ പവർ മൈനസ് 2s ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. സോ എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്തിട്ട്? പക്ഷേ ഈ മാനിപ്പുലേഷൻസ് എല്ലാം ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കൂടി സിംപ്ലർ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസിങ് ദി ഡെഫിനിഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എനെ ഇൻറ്റഗ്രൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്ത് ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് എഴുതി. ആൻഡ് യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ 0 to a ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, a to ഇൻഫിനിറ്റി സ്പ്ലിറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് 0 to a യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 0യും a to ഇൻഫിനിറ്റിയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം ആണ്. സോ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി മൈനസ് എ എന്ന് കിട്ടും. ദോർഫോർ എൽ ഓഫ് ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി പ്ലസ് എ ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ a = 2 ആയിരുന്നു. ആൻഡ് ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടി സ്ക്വയർ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ എയുടെ വാല്യൂ 2ഉം ജി ഓഫ് ടിയുടെ വാല്യൂ ടി സ്ക്വയറും ആണ് നേരത്തെ എക്സാമ്പിൾ. സോ അത് നമ്മൾ ഈ എബവ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 എന്ന് പറയുന്നത് ഇ പവർ മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് ടി പ്ലസ് 2 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ് ഇ പവർ മൈനസ് 2s ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 4 ആണ്. ജസ്റ്റ് ബ്രാക്കറ്റ് തുറന്നു ആൻഡ് ആ വാല്യൂസ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫൈനൽ ആൻസർ കിട്ടും. സോ ആ സ്റ്റെപ്പുകളെല്ലാം എഴുതി സോൾവ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദിസ് സിംഗിൾ ഫോർമുല ഇഫ് യു ആർ ബൈ ഹാർട്ടിങ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഫോർമുല എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് പറയുന്നത് ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 0 to 2 വരെ എടുക്കുമ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ, 2 to 3 എന്ന് പറയുമ്പോൾ -1 എന്ന് പറയുന്ന വാല്യൂ, >3 ആകുമ്പോൾ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മുടെ എഫ് എടുക്കുന്നത്. സോ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എഫിനെ കോമ്പാക്ട് ഫോമിൽ എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് ടി ഈക്വൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജനറലി ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എന്തായിരിക്കും? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ലാപ്ലേസ് എഫിനെ നമുക്ക് ജനറൽ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് ഇവിടെ ഞാൻ പറഞ്ഞു എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കോമ്പാക്ട് ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ യൂസിങ് ദിസ് ഇക്വേഷൻ നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ റീറൈറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എഫിനെ നിങ്ങൾക്ക് ഇങ്ങനെ കോമ്പാക്ട് ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2 - 3 ടൈംസ് യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് 2 - 3 ടൈംസ് യു ഓഫ് ടി മൈനസ് 2 പ്ലസ് യു ഓഫ് ടി മൈനസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്ത് 2 ടൈംസ് എൽ ഓഫ് 1 മൈനസ് 3 ടൈംസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 2 പ്ലസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 3. ഇതിൽ നിങ്ങൾ മുന്നേ പഠിച്ച സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഫൈനൽ ആൻസർ വിൽ ബി 2 - 3 ടൈംസ് e raised to -2s പ്ലസ് e raised to -3s ഹോൾ ഡിവൈഡഡ് ബൈ s. ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് പ്രോബ്ലംസ് എല്ലാം ട്രൈ ചെയ്യുന്നു. സെക്കൻഡ് പ്രോബ്ലം, തേർഡ് പ്രോബ്ലം ഹോംവർക്കായി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലം 2 പറയുന്നത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ അസ്യൂമിങ് ഇറ്റ് ടു ബി 0 ഔട്ട്സൈഡ് ദി ഇൻ്റർവെൽ. എൽ ഓഫ് ഇ പവർ ടി കണ്ടുപിടിക്കണം. സോ എൽ ഓഫ് ഇ പവർ ടി എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഓഫ് ടി നമ്മൾ ഗിവൻ ഫംഗ്ഷനായി ചൂസ് ചെയ്യുകയാണെങ്കിൽ for 0 less than or equal to t less than 1 and 0 elsewhere, then we can write, അതായത് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിന് പുറത്ത് ഈ ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് ടീനെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇ പവർ ടി ഇൻറ്റു 1 മൈനസ് യു ഓഫ് ടി മൈനസ് 1. എന്നിട്ട് പിന്നെ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് ഈ സാധനമാണ്. ആൻഡ് ലീനിയാരിറ്റി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ അല്ല, ഫൈനൽ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിളും ചെയ്യാം. ആൻഡ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ മനസ്സിലായത്. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ഫംഗ്ഷൻ. നിങ്ങൾക്കറിയാം എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ ഹോൾ പവർ n എന്തായിരുന്നു? ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ ടി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s raised to 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ പവർ ടി ഇൻറ്റു ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ടി ക്യൂബ് ഇ പവർ ടി. ഇതാണ് നിങ്ങളുടെ സ്മോൾ എഫ് ഓഫ് ടി. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 ഹോൾ പവർ 4 ഉണ്ടെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇ പവർ -3s ബൈ എസ് മൈനസ് 1 ഹോൾ പവർ 4 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ആണ്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ പറയുന്ന ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് യൂസ് ചെയ്ത് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ടി ലെസ് ദാൻ 3 ആകുമ്പോൾ 0യും ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ആകുമ്പോൾ 1/6 ഇൻറ്റു ടി മൈനസ് 3 ഹോൾ ക്യൂബ് ഇൻറ്റു ഇ പവർ ടി മൈനസ് 3 എന്ന് എഴുതാൻ പറ്റും.
സിമിലർ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അടുത്ത് ദി ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ഡെൽറ്റ ഓഫ് delta a of t minus t naught is called unit impulse എന്നാണ് പറയുന്നത്. That is defined as 0 when 0 less than or equal to t less than t naught minus a, and that is equal to 1 by 2a when t minus a less than or equal to t less than t naught plus a, and that is equal to 0 when t is greater than or equal to t naught plus a. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് കൊണ്ടാണ് അതിനെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ദി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ആസ് a ടെൻസ് ടു 0. a എന്ന് പറയുന്ന വാല്യൂ 0 പോകുമ്പോഴുള്ള ലിമിറ്റിംഗ് വാല്യൂവിനെയാണ് നിങ്ങൾ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദി ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ. സോ ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് a ടെൻഡിങ് ടു 0 ഡെൽറ്റ a ഓഫ് ടി മൈനസ് ടി നോട്ട് വേർ ഡെൽറ്റ a ഓഫ് ടി മൈനസ് ടി നോട്ട് ഈസ് ദി യൂണിറ്റ് ഇമ്പൾസ്. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡയറാക് ഡെൽറ്റ ഫംഗ്ഷനും കണ്ടുപിടിക്കുന്നുണ്ട്. ഡയറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ a ഓഫ് ടി മൈനസ് ടി നോട്ടിനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് 1/2 ഇൻറ്റു u ഓഫ് ടി മൈനസ് ടി നോട്ട് മൈനസ് എ മൈനസ് u ഓഫ് ടി മൈനസ് ടി നോട്ട് പ്ലസ് എ എന്ന് എഴുതാം. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടിനെ 1/2a ഇൻറ്റു ലീനിയാരിറ്റി യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് എഴുതുന്നു. ബാക്കി സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് ടി നോട്ട് എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ലിമിറ്റ് a ടെൻസ് ടു 0 ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ടാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടിന്യൂസ് ആയത് കാരണം ലിമിറ്റിനെ പുറത്തെടുത്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോമിന് അകത്തേക്ക് കൊടുക്കാം. സോ എൽ ഓഫ് ഡെൽറ്റ എ ഓഫ് ടി മൈനസ് ടി നോട്ട് നിങ്ങൾ ഓൾറെഡി വാല്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് a ടെൻഡിങ് ടു 0 എന്നുള്ള വാല്യൂ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 0/0 ഫോം വരുന്നുണ്ട്. സോ ലോപിറ്റൽസ് റൂൾ യൂസ് ചെയ്യണം. ലോപിറ്റൽസ് റൂൾസ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a f of x by g of x 0/0 ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു a f ഡാഷ് ഓഫ് x by g ഡാഷ് ഓഫ് x ചെയ്താൽ മതി. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സെയിം ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അതാണ് ലോപിറ്റൽസ് റൂൾ പറയുന്നത്. സോ ലോപിറ്റൽസ് റൂൾ യൂസ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? e പവർ മൈനസ് s ഇൻറ്റു ടി നോട്ട് എന്ന് കിട്ടും. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് the direct delta function delta of t minus t naught equal to e power minus s into t naught ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ ആണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. അനദർ ഇമ്പോർട്ടൻറ്റ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഹാസ് ടു ഡു വിത്ത് പ്രോഡക്റ്റ് ഓഫ് ട്രാൻസ്ഫോംസ്. ദാറ്റ് ഈസ് കൺവല്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ് ഓഫൻ ഹാപ്പൻസ് ദാറ്റ് വി ആർ ഗിവൺ 2 ട്രാൻസ്ഫോംസ്. നമ്മുടെ കയ്യിൽ 2 ട്രാൻസ്ഫോംസ് ഉണ്ട്. 2 ലാപ്ലാസ് ട്രാൻസ്ഫോംസ് ഉണ്ട്, എഫ് ഓഫ് എസും ജി ഓഫ് എസും. അതിന് ഇൻവേഴ്സസ് ആണ് സ്മോൾ എഫ് ഓഫ് ടിയും സ്മോൾ ജി ഓഫ് ടിയും, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി നമുക്ക് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഫ്രം ദോസ് നോൺ ഇൻവേഴ്സസ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. This inverse is written as f star g of t, which is the standard notation, and it is called the convolution of f and g. So f ൻ്റെയും g ൻ്റെയും കൺവല്യൂഷൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ f star g of t എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. ആൻഡ് ദി കൺവല്യൂഷൻ ഓഫ് f and g is defined as, so അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? f star g of t equal to integral 0 to t f of u into g of t minus u du. ഈ ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. സോ കൺവല്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എഫ് സ്റ്റാർ ജി ഓഫ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇനി കൺവല്യൂഷൻ പ്രോഡക്റ്റ് എഫ് സ്റ്റാർ ജിക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ആൻഡ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് ദ സെയിം ആസ് ജി സ്റ്റാർ എഫ് ആണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്താ പറയുന്നത്? എഫ് സ്റ്റാർ ഓഫ് g1 പ്ലസ് g2 ഈക്വൽ ടു എഫ് സ്റ്റാർ g1 പ്ലസ് എഫ് സ്റ്റാർ g2. തേർഡ് പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റീവ് ലോ. ദാറ്റ് ഈസ് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്. ആൻഡ് ദീസ് ഫൈനൽ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എഫ് സ്റ്റാർ 0 ഈക്വൽ ടു 0 സ്റ്റാർ എഫ് ഈക്വൽ ടു 0 ആണ്. സോ ഈ 4 പ്രോപ്പർട്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്, സെക്കൻഡ് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, തേർഡ് വൺ അസോസിയേറ്റീവ് ലോ, ആൻഡ് ഫോർത്ത് വൺ ഇറ്റ്സ് സ്റ്റാർ പ്രൊഡക്റ്റ് വിത്ത് 0 എന്ന് പറയുന്നത് 0 ആണ്. കൺവല്യൂഷൻ പ്രൊഡക്റ്റ് വിത്ത് 0 എന്ന് പറയുന്നത് 0 ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം.
എഫ് സ്റ്റാർ 1 എന്ന് പറയുന്നത് എഫ് ആണ്. ആൻഡ് ലെറ്റ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടി ആണ്. എഫ് സ്റ്റാർ 1 എന്ന് പറയുന്നത് എഫ് ആണെന്ന് നമുക്ക് ഇൻ ജനറൽ പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇൻ ജനറൽ ദാറ്റ് എഫ് സ്റ്റാർ 1 ഈസ് ഈക്വൽ ടു എഫ്. അതിനുള്ള ഒരു കൗണ്ടർ എക്സാമ്പിളാണ് ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി. അങ്ങനെയാണെങ്കിൽ എഫ് സ്റ്റാർ 1 ഓഫ് ടി എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. സോ എഫ് ഓഫ് യു എന്ന് പറയുന്നത് കോസ് യു ആണ്. ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് 1 തന്നെയാണ്, കാരണം ജി ഓഫ് ടി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു ടി കോസ് യു ഡി യു എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ സൈൻ യു വിത്തിൻ ദി ലിമിറ്റ് 0 ടു ടി, ദറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ടി. ആൻഡ് സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു അവർ എഫ് ഓഫ് ടി, കാരണം എഫ് ഓഫ് ടി കോസ് ടി ആയിരുന്നു. സോ എഫ് സ്റ്റാർ 1 എന്ന് പറയുന്നത് ഒരിക്കലും എഫ് ആവണമെന്നില്ല, എപ്പോഴും എഫ് ആവണമെന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ സാധാ മൾട്ടിപ്ലിക്കേഷനായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്. കൺവല്യൂഷൻ എന്ന് പറയുന്നത് സാധാ മൾട്ടിപ്ലിക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ എഫ് സ്റ്റാർ 1 എപ്പോഴും എഫ് ആവണമെന്നില്ല. അതിനുള്ള ഒരു കൗണ്ടർ എക്സാമ്പിളാണ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി എടുത്താൽ നിങ്ങൾക്ക് എഫ് സ്റ്റാർ 1 ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു യുവർ എഫ് ഓഫ് ടി. Similarly, it may not be true that it may not be true that f star f is non-negative. f star f എപ്പോഴും നോൺ നെഗറ്റീവ് ആവണമെന്നില്ല, അത് നെഗറ്റീവ് ആവാനും പോസിബിലിറ്റി ഉണ്ട്. കൺവല്യൂഷൻ തിയറം നോക്കാം. കൺവല്യൂഷൻ തിയറം എന്താ പറയുന്നത്? ഇഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ആൻഡ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഓർഡർ. പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്, എക്സ്പൊണൻഷ്യൽ ഓർഡറും ആണ്. എക്സ്പൊണൻഷ്യൽ ഓർഡറിൻ്റെ ഡെഫിനേഷൻ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തവർ ജസ്റ്റ് അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. കണ്ടിന്യൂസ് ആണ്, എക്സ്പൊണൻഷ്യൽ ഓർഡർ ആണെങ്കിൽ ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി എഫ് സ്റ്റാർ ജി ഓഫ് ടി. കൺവല്യൂഷൻ പ്രോഡക്റ്റിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. So L of f star g of t equal to L of f of t into L of g of t. This is the convolution theorem. Equivalently, Laplace transform of f of t ആണ് f of s and Laplace transform of g of t ആണ് g of s എങ്കിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്. കാരണം ഈ എൽ ഇൻവേഴ്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്തായിരിക്കും? എഫ് സ്റ്റാർ ജി ഓഫ് ടി ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. സോ കൺവല്യൂഷൻ തിയറം എന്താ പറയുന്നത്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ്, പ്രോഡക്റ്റ് ഓഫ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ആൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി കൺവല്യൂഷൻ പ്രോഡക്റ്റ് എഫ് സ്റ്റാർ ജി ഓഫ് ടി. ഇവാലുവേറ്റ് ദി ഫോളോയിങ്. നമുക്ക് കൺവല്യൂഷൻ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ദാറ്റ് ഈസ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. സോ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് എൽ ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി എന്ന് പറയുന്നത് എന്താണ്? എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എൽ ഓഫ് സൈൻ ടി ആണ്. എൽ ഓഫ് ഇ റേസ് ടു ടി എന്തായിരുന്നു? 1/s-1 ആണ്. എൽ ഓഫ് സൈൻ ടി എന്ന് പറയുന്നത് 1/s²+1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/s-1 ഇൻറ്റു s²+1. നെക്സ്റ്റ് പ്രോബ്ലം, L of integral 0 to t sin tau g tau. So that is equal to L of integral 0 to t sin tau into 1 d tau എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു 1 ചെയ്താലും ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. സോ ബട്ട് ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ്? എൽ ഓഫ് സൈൻ ടി സ്റ്റാർ 1ൻ്റെ ഡെഫിനേഷൻ അല്ലേ. സൈൻ ടി സ്റ്റാർ 1ൻ്റെ ആണ് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം. സൈൻ ടി കൺവല്യൂഷൻ പ്രോഡക്റ്റ് 1 എന്നുള്ളതിൻ്റെ ഡെഫിനേഷനാണ് ഇൻ്റഗ്രൽ 0 to t sin t into 1 dt. സോ ഇതിനെ നമുക്ക് കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യാം. എൽ ഓഫ് സൈൻ ടി ഇൻറ്റു എൽ ഓഫ് 1 എന്ന് എഴുതാം. എൽ ഓഫ് സൈൻ ടി ഈസ് ഈക്വൽ ടു 1/s²+1 ആണ്. എൽ ഓഫ് 1 1/s ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു s²+1. സോ എൽ ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 to t സൈൻ ടോ ഡി ടോ എന്ന് പറയുന്നത് എന്താ? -d/ds ഓഫ് എൽ ഓഫ് ഇൻ്റഗ്രൽ 0 to t സൈൻ ടി ഡി ടി ആണ്. നമ്മൾ മുന്നേ പഠിച്ച പ്രോപ്പർട്ടിയാണ്. പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -d/ds ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -d/ds ഓഫ് നമ്മളിപ്പോൾ അകത്തുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സാധാ ഡിഫറൻസിയേഷൻ പ്രോഡക്റ്റ് കോഷൻ റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസിയേഷൻ. സോ ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 3s²+1/s² ഇൻറ്റു s²+1 ദി ഹോൾ സ്ക്വയർ. സിമിലർലി യൂസിങ് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് 1/s² + 1 ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കാണണം. സോ ലെറ്റ് എഫ് ഓഫ് എസ് ഈക്വൽ ടു, ഇവിടെ പ്രോഡക്റ്റ് ഉണ്ട്, ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എസ് ഈക്വൽ ടു ജി ഓഫ് എസ് ഈക്വൽ ടു 1/s² + 1 എടുക്കുകയാണ്. സോ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്തായിരിക്കും? 1/s² + 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് ടിയും ജി ഓഫ് ടി എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ആണ്, ദാറ്റ് ഇസ് സൈൻ ടി. അപ്പോൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. പക്ഷേ ഇവിടെ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും എന്താണ്? സൈൻ ടി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t സൈൻ യു ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. ഇതിനെ പിന്നെ നിങ്ങൾക്ക് യൂഷ്വൽ ഇൻറ്റഗ്രേഷൻ റൂൾസ് യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് യുവർ ഫൈനൽ ആൻസർ വിൽ ബി 1/2 സൈൻ ടി മൈനസ് ടി കോസ് ടി. ഇവിടെ സൈൻ എ സൈൻ ബി എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. Similarly, next function is f of s is equal to s/s² plus a² and g of s is equal to s/s² plus b² ആണ്. സോ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. സോ അതിന് ആദ്യം ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എസും എന്താണ്? കോസ് എ ടിയും കോസ് ബി ടിയും ആണ്. ദാറ്റ് ഈസ് സ്മോൾ എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് എ ടി ആൻഡ് സ്മോൾ ജി ഓഫ് ടി ഈക്വൽ ടു കോസ് ബി ടി. സോ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ്. സ്മോൾ എഫും സ്മോൾ ജിയും നമുക്കറിയാം. സോ ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യുടെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റഗ്രേഷൻ റൂൾസ് യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു എ സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി ബൈ a² മൈനസ് b². ഈ കൺവല്യൂഷൻ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും ചോദിക്കും. അത് ചോദിക്കാത്ത ഒരു എക്സാം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. റിമാർക്ക് എന്താ പറയുന്നത്? കൺവല്യൂഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ സോൾവിങ് സർട്ടൻ ഇൻറ്റഗ്രൽ ഇക്വേഷൻസ്. നമുക്ക് ചില ഇൻറ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും ഈ കൺവല്യൂഷൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ സോൾവ് ദി ഫോളോയിങ് ഇൻറ്റഗ്രൽ y ഓഫ് ടി ഈക്വൽ ടു t പ്ലസ് ഇൻറ്റഗ്രൽ 0 to t y ഓഫ് യു ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. സോ ഇവിടെ ഗിവൺ ഇൻറ്റഗ്രൽ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പോൾ ഈ ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 0 ഇത്രയും ഭാഗം എന്താണ്? വൈ സ്റ്റാർ സൈൻ ഓഫ് ടിയുടെ ഡെഫിനേഷൻ അല്ലേ? എഫ് സ്റ്റാർ ജി എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. സോ ഇവിടെ വൈ സ്റ്റാർ സൈൻ ടിയുടെ ഡെഫിനേഷനാണ് ഈ ഇൻറ്റഗ്രൽ കൊടുത്തിട്ടുള്ളത്. ഇൻറ്റഗ്രൽ 0 to t വൈ ഓഫ് യു ഇൻറ്റു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. സോ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? വൈ ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് വൈ സ്റ്റാർ സൈൻ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്താണ്? എൽ ഓഫ് വൈ ഓഫ് ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലീനിയാരിറ്റി ഓഫ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമും കൺവല്യൂഷൻ തിയറും യൂസ് ചെയ്തിട്ട് വൈ ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ഓഫ് വൈ ഓഫ് ടി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് വൈ ഓഫ് ടിക്ക് പകരം ടി പ്ലസ് വൈ സ്റ്റാർ സൈൻ ടി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ് വൈ സ്റ്റാർ സൈൻ ടി എന്ന് എഴുതാൻ പറ്റും. എൽ ഓഫ് ടി 1/s²ഉം എൽ ഓഫ് വൈ സ്റ്റാർ സൈൻ ടി എന്ന് പറയുന്ന കൺവല്യൂഷൻ തിയറും യൂസ് ചെയ്ത് എൽ ഓഫ് വൈ ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് സൈൻ ടി എന്ന് എഴുതാം. ആൻഡ് എൽ ഓഫ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങൾ വൈ ഓഫ് എസ് ആണെന്ന് നമ്മൾ ലെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇതാ എൽ ഓഫ് വൈ ഓഫ് എസ് ഇവിടെ നമ്മൾ ലെറ്റ് ചെയ്തിട്ടുണ്ട്. വൈ ഓഫ് എസ് ഈക്വൽ ടു എൽ ഓഫ് വൈ ഓഫ് ടി ആണ്. സോ ഇവിടെ എൽ ഓഫ് വൈ ഓഫ് ടിക്ക് പകരം വൈ ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എൽ ഓഫ് സൈൻ ടിക്ക് പകരം 1/s² + 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ 1 - 1/s² + 1 ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു 1/s² ആണ്. അതായത് ഈ വൈ ഓഫ് എസ് ഇൻറ്റു 1/s² + 1 എൽ എച്ച് എസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ആർ എച്ച് എസിൽ 1/s² എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വൈ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ബ്രാക്കറ്റിലുള്ള ടേമിനെ ആർ എച്ച് എസിലേക്ക് എടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു s² + 1/s⁴. Therefore വൈ ഓഫ് ടി സ്മോൾ വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ക്യാപിറ്റൽ വൈ ഓഫ് എസ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ ഓഫ് എസിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ്
1/s⁴ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തു, അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ y ഓഫ് ടിയുടെ വാല്യൂ എന്ത് കിട്ടി? t + 1/6t³. അപ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ ഇക്വേഷനും സോൾവ് ചെയ്യാനും ഈ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. ഇനി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 1 + 3t² - t³ - 2e⁻t എന്ന് കിട്ടും. നെക്സ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? ഇഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഹാസ് എ പീരിയഡ് ടി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പീരിയോഡിക് ആണ്, അതിൻ്റെ പീരിയഡ് 2 ആണ്. ഇപ്പോൾ നമുക്ക് അറിയാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പീരിയോഡിക് ആണ്. സൈൻ, കോസ്, ടാൻ അതൊക്കെ പീരിയോഡിക് ആണ്. എത്രയാണ് അതിൻ്റെ പീരിയഡ്? 2π പീരിയോഡിക് ആണ് അല്ലേ? 2π കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ സെയിം വാല്യൂസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യാം. സോ അതുപോലെ എഫ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്, അതിൻ്റെ പീരീഡ് സം ടി ആണ്, ടി ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് ആയതുകൊണ്ട് എഫ് ഓഫ് ടി + ടി = എഫ് ഓഫ് ടി ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ഫംഗ്ഷൻ ആ സെയിം വാല്യൂസ് എടുക്കുക. അതുകൊണ്ടാണ് എഫ് ഓഫ് ടി + ടി = എഫ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റുന്നത്. ഇനി ഈ പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഇഫ് സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഓർഡറും ആണ്. അത് പ്രത്യേകം പറയാനുള്ള കാരണം അപ്പോഴാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എക്സിസ്റ്റൻസ് തിയറത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നത് കൊണ്ടാണ് എപ്പോഴും സ്മോൾ എഫ് ഓഫ് ടി പീസ് വൈസ് കണ്ടിന്യൂസും എക്സ്പോണൻഷ്യൽ ഓർഡറും ആണെന്ന് എപ്പോഴും പറയുന്നത്. ആൻഡ് സ്മോൾ എഫ് ഓഫ് ടിയുടെ പീരീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/1 - e⁻st into integral 0 to t e⁻st into f of t dt. സോ ഈ ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് പഠിക്കണം. എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരിയഡ് ക്യാപിറ്റൽ ടി ആണെങ്കിൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1/1 - e⁻st into integral 0 to t e⁻st into f of t dt. സോ ഇതിൻ്റെ പ്രൂഫും നമ്മൾ ജസ്റ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുന്ന എഫിൻ്റെ പീരിയോഡിസിറ്റിയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. സോ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് കാണാം. ഫൈൻഡ് ദി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദി പീരിയോഡിക് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഡിഫൈൻഡ് ബൈ ദി ഫോളോയിങ് ഫിഗർ. ഈ ഫിഗറിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. സോ ഈ ഫിഗറിൽ തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കുലർ വേവ് ആണ്. ആ ഫംഗ്ഷൻ നമുക്കൊരു ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പീരീഡ് 2 ആണ്. കണ്ടോ? ഇപ്പോൾ 2 വരെ ഒരു ട്രയാങ്കിളാണ്, പിന്നെ 2 to 4 സെയിം ട്രയാങ്കിളാണ്, 4 to 6 സെയിം ട്രയാങ്കിളാണ്. സോ അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ഈ ഇൻ്റർവെലിൻ്റെ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ അതിൻ്റെ പീരീഡ് ടി എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. നൗ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2 എഫ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് ടി ടേക്സ് ദി വാല്യൂ ടി വെൻ ടി ഈസ് വേരിയിങ് ഫ്രം 0 to 1 ആൻഡ് 1 to 2 എന്ന് പറയുമ്പോൾ അത് 2 - t എന്ന് പറയുന്ന വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നത്. സോ എഫ് ഓഫ് ടി + 2 പിന്നെ എഫ് ഓഫ് ടി തന്നെയാണ്, കാരണം അതിൻ്റെ പീരീഡ് 2 ആണ്. ഇനി നമ്മൾ നേരത്തെ ഡെഫിനേഷൻ എന്താ പറഞ്ഞത്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1/1 - e⁻st into integral 0 to t e⁻st into f of t dt ആണ്. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ ക്യാപിറ്റൽ ടിയുടെ വാല്യൂ 2 ആയത് കാരണം 1/1 - e⁻ into integral 0 to 2 e⁻st into f of t dt. ഇതിൽ എഫ് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 1 to 2 എന്ന് പറയുന്ന ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഇൻ്റഗ്രേഷൻ അറിയില്ലേ, ഇൻ്റഗ്രേഷൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് വരും? ഫൈനൽ ആൻസർ e⁻s−1 whole square by s² into e⁻2s−1. ഇത് നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ അറിയാവുന്നവർക്ക് ഇത് സിമ്പിളായി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല ഇൻ്റഗ്രേഷൻ ഇച്ചിരി ടഫായിട്ടുള്ള ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ ഒന്ന് എഫിഷ്യൻ്റായി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തുന്ന വരെ വർക്ക് ചെയ്യണം. സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. That's all. Thank you.